Hello, everybody. Today, I would like to talk to you about the criterias of IELTS. ക്രൈറ്റീരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴോ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നവർ നമ്മളിൽ നിന്നും എന്ത് ക്വാളിറ്റീസാണ് പ്രതീക്ഷിക്കുന്നത്, ഏത് രീതിയിലുള്ള പെർഫോമൻസാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും, കൂടുതൽ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മളതറിയാതെ നമ്മുടെ ഓൺ ചില ക്രൈറ്റീരിയാസ് കാണുമായിരിക്കുമല്ലോ, അതിനനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്തിട്ട് നല്ലപോലെ പെർഫോം ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഞാൻ നല്ലപോലെ പെർഫോം ചെയ്തു എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നവർ അവർ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐ എൽ ടി എസ്സുകാർ ഒരു പരീക്ഷ നടത്തുമ്പോഴത്തേക്കിനും ബേസിക്കലി അതൊരു ലാംഗ്വേജ് ടെസ്റ്റാണ്. ആ ലാംഗ്വേജ് ടെസ്റ്റ് അവർ ചില പ്രത്യേക ക്രൈറ്റീരിയാസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി ദർ ആർ 4 മെയിൻ ക്രൈറ്റീരിയാസ് ടു IELTS. 4 പ്രധാന ക്രൈറ്റീരിയാസാണ് സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടാസ്ക് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് പർപ്പസ് എന്താണ്? അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ മനസ്സിലുള്ള ആശയം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ നമ്മളിപ്പോൾ പറയുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ അത് വായിക്കുകയോ അല്ലെങ്കിൽ അത് കേൾക്കുകയോ ചെയ്യുന്ന ആൾക്ക് നമ്മുടെ മനസ്സിലുള്ള ആശയം എങ്ങനെയാണോ അതുപോലെ അവരുടെ മനസ്സിലും ഫോട്ടോസ്റ്റാറ്റ് ചെയ്യുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള മാധ്യമമാണ്, അതിനുള്ള ടൂൾസാണ് വേർഡ്സ്, വൊക്കാബുലറി, ഗ്രാമർ എന്നിവ ഇതൊക്കെ. അപ്പം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എന്നോടൊരാൾ ഇംഗ്ലീഷിൽ ഒരു കാര്യം പറഞ്ഞാൽ എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു പ്രയോജനമില്ല. എന്തൊക്കെ വൊക്കാബുലറി ഉണ്ടെന്ന് പറഞ്ഞിട്ടും എന്ത് ഗ്രാമർ ഉണ്ടെന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. അപ്പം നമ്മുടെ ഈ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റിയാണ് ടാസ്ക് റെസ്പോൺസിലൂടെ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നു. അതിന് നമുക്കൊരു ക്വസ്റ്റ്യൻ തരും, സ്പീക്കിങ്ങിലാണെങ്കിലും റൈറ്റിങ്ങിലാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യനോട് നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തു ഇപ്പം അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി. പക്ഷേ അത് കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? നമ്മുടെ റെസ്പോൺസിലൂടെ, നമ്മുടെ ആൻസറിലൂടെ. അപ്പം അതിനാണ് ടാസ്ക് റെസ്പോൺസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ടാസ്ക് റെസ്പോൺസ് ത്രൂ ദിസ് ക്രൈറ്റീരിയ they will evaluate your understanding ability in the language through your correct answer. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസറിലൂടെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി എന്ന് അവർക്ക് പ്രൂഫ് കിട്ടുകയാണ്. അപ്പം നമ്മൾ റൈറ്റിങ്ങിലാണെങ്കിലും സ്പീക്കിങ്ങിലാണെങ്കിലും ടാസ്ക് റെസ്പോൺസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാരണ്ടീഡ് നല്ലൊരു സ്കോർ കിട്ടത്തില്ല എന്നുള്ളത് ഗ്യാരണ്ടീഡാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ക്വാളിറ്റി അതാണ്, അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി. അത് തന്നെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നൗ ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഈസ് കൊഹിറൻസ് ആൻഡ് കൊഹീഷൻ. കൊഹിറൻസ് എന്ന് പറഞ്ഞാൽ COHERENCE കൊഹിറൻസ്. കൊഹിഷൻ എന്ന് പറഞ്ഞാൽ COHESION കൊഹിഷൻ. അപ്പം കൊഹിറൻസ് ആൻഡ് കൊഹിഷൻ, അതിൽ
കൊഹിറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടാസ്ക് റെസ്പോൺസ് ആണല്ലോ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ. അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചു അല്ലെങ്കിൽ കേട്ടു, മനസ്സിലാക്കി, കറക്റ്റായിട്ട് മനസ്സിലാക്കി, അതിനുള്ള റെസ്പോൺസും കൊടുത്തു. പക്ഷേ ആ റെസ്പോൺസ് കൊടുക്കുമ്പോൾ അതിനൊക്കെ ഒരു ഓർഡറുണ്ട്, ഒരു ഓർഗനൈസേഷനുണ്ട്. ആ പ്രോപ്പർ ഓർഡറിൽ അല്ല നമ്മൾ നമ്മുടെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അവിടെ കൊഹിറൻസ് നഷ്ടപ്പെടുകയാണ്. കൊഹിറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആശയങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം, അതാണ് കൊഹിറൻസ്. അപ്പോൾ കൊഹിറൻസ് എങ്ങനെയാണ് നേടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിനെപ്പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പറയാൻ കാണുമായിരിക്കും. പക്ഷേ നമ്മൾ ആ കാര്യങ്ങൾ അതിൻ്റെ ഒരു കറക്റ്റ് ഓർഡറിൽ, അതായത് ആദ്യം പറയേണ്ടത് ആദ്യം, രണ്ടാമത് പറയേണ്ടത് രണ്ടാമത്, മൂന്നാമത് പറയേണ്ടത് മൂന്നാമത്, അങ്ങനെ അതിൻ്റെ ഒരു കറക്റ്റ് ലോജിക്കൽ സീക്വൻസ്, അതിൻ്റെ ആ പ്രോപ്പർ ഓർഡറിൽ ആ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ കൊഹിറൻസ് നഷ്ടപ്പെടാതിരിക്കും. അല്ലാതെ ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ആദ്യം പറയുന്നതിന് പകരം രണ്ടാമത്തെ കാര്യം വെച്ച് തുടങ്ങി, പിന്നെ അഞ്ചാമത്തെ കാര്യം പറയുന്നു, അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇറ്റ് വിൽ ബി ഇൻകൊഹിറൻറ്റ്. അപ്പോൾ ഒരു പരസ്പര ബന്ധമില്ലാത്ത പോലെ തോന്നും. അപ്പം നമ്മൾ ഒരു ആൻസർ ചെയ്യുമ്പോൾ ആദ്യം പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന കാര്യം രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ ആ രണ്ടാമത്തെ കാര്യം തന്നെ പറയണം, എന്നാലേ ആ ബന്ധം, പ്രോപ്പർ ബന്ധം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു മീനിങ് ഫുൾ കണക്ഷൻ പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐഡിയാസ്, ആശയങ്ങൾ കറക്റ്റ് ഓർഡറിൽ എക്സ്പ്രസ് ചെയ്യണം. അതുവഴിയാണ് നമ്മൾ കൊഹിറൻസ് നേടുന്നത്. കൊഹിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊഹിറൻസോടെ എഴുതുകയാണെങ്കിൽ ഒരു ഐഡിയയും മറ്റൊരു ഐഡിയയും തമ്മിൽ, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ഐഡിയയും രണ്ടാമത് പറഞ്ഞ ഐഡിയയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് കാണും. ആ റിലേഷൻഷിപ്പ് എന്താണെന്ന് കാണിക്കുന്ന രീതിയിൽ അതിനെ സിംബിളൈസ് ചെയ്യുന്ന ഒരു ലിങ്കിങ് വേർഡ് ഇടയ്ക്ക് യൂസ് ചെയ്യുന്നതിനാണ് കൊഹിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ നിന്ന് അടുത്ത സെൻറ്റൻസിലേക്ക് പോകുമ്പോൾ, ഒരു പാരഗ്രാഫിൽ നിന്ന് അടുത്ത പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ ഒക്കെ നമ്മൾ പ്രോപ്പർ അനുയോജ്യമായ ലിങ്കിങ് വേർഡ്സ് യൂസ് ചെയ്യുമ്പോഴാണ് അവിടെ കൊഹിഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ, ഇൻ അഡീഷൻ ടു ദിസ്, മോർ ഓവർ, ഫർദർ മോർ. ഇപ്പോൾ നമ്മൾ ഒരു ഇൻ്റർനെറ്റിൻ്റെ അഡ്വാൻറ്റേജസിനെ പറ്റി പറയുകയാണ്. അപ്പോൾ ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ടുള്ള അഡ്വാൻറ്റേജ് പറയാൻ, രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പറയാൻ പോകുമ്പോഴത്തേക്കിനും മോർ ഓവർ അല്ലെങ്കിൽ ഇൻ അഡീഷൻ ടു ദിസ്, ഇത് കൂടാതെ എന്നൊക്കെ നമ്മൾ അങ്ങനെയുള്ള ലിങ്കിങ് വേർഡ്സ് ചേർക്കുമ്പോൾ അവിടെ ആ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സെൻറ്റൻസസ് കാണിക്കുകയാണ്. നമ്മൾ ആഡ് ചെയ്യുകയാണ്, ആദ്യം പറഞ്ഞതിനോട് രണ്ടാമത് ആഡ് ചെയ്യുകയാണ് എന്ന് സിമ്പിളൈസ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ അതാണ് കൊഹിഷൻ. സോ കൊഹിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിങ്കിങ് വേർഡ്സ് യൂസ് ചെയ്യുന്നതിനാണ്. സെൻറ്റൻസുകളുടെ ഇടയിലും പാരഗ്രാഫുകൾ തമ്മിലും ഇടയിലും യൂസ് ചെയ്യുന്നതിനാണ് കൊഹിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊഹിഷൻ എന്ന് പറയുന്നത് IELTSൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ലിങ്കിങ് വേർഡ്സ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത് പല ടൈപ്പിലുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇൻ അഡീഷൻ ടു ദിസ്, മോർ ഓവർ, ഫർദർ മോർ. ഇനി അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്നിനോട് ആഡ് ചെയ്ത് പോകാൻ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഹൗഎവർ, ഇൻ കോൺട്രാസ്റ്റ്, ഓൺ ദ കോൺട്രറി, നെവർദലെസ്, നൺദലെസ്, സിമിലർലി, ലൈക്ക്വൈസ്, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ഒരു ലിസ്റ്റ് തന്നെയുണ്ട് കണക്ഷൻ ലിങ്കിങ് വേർഡ്സിൻ്റെ എൻ്റെ കയ്യിൽ. ഓക്കെ, നെക്സ്റ്റ് ലെക്സിക്കൽ അക്യുറസി ആൻഡ് ലെക്സിക്കൽ റേഞ്ച്. ലെക്സിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് ടു വേർഡ്. ലെക്സിക്കൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേർഡുമായിട്ട് ബന്ധപ്പെട്ട്, വൊക്കാബുലറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള വാക്കാണ് ലെക്സിക്കൽ അല്ലെങ്കിൽ ലെക്സിക്കോൺ എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ ലെക്സിക്കൽ അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൊക്കാബുലറിയുടെ കൃത്യത. ഞാൻ നേരത്തെ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഫോട്ടോസ്റ്റാറ്റ് ചെയ്യുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിനുള്ള മാധ്യമമാണ് വേർഡ്സ്. അപ്പം എൻ്റെ മനസ്സിലുള്ള ഇമേജ് നിങ്ങളുടെ മനസ്സിൽ അതുപോലെ പതിഞ്ഞില്ല എങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന മാധ്യമം വേർഡ്സിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം ഗ്യാപ്പ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വൊക്കാബുലറി കൃത്യമായിട്ട് ഉള്ളതായിരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ ലാംഗ്വേജാണ്. എല്ലാ വർഷവും അവരവരുടെ ഡിക്ഷണറി റിവൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തേത് മൂലയ്ക്കും ഏതെങ്കിലും ഒരു ഐഡിയ അവരുടെ ഡിക്ഷണറിയിൽ അതിനൊരു വാക്കില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവരതിനൊരു വാക്ക് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അവർ ആ കൾച്ചറിൽ നിന്ന് വാക്കുകൾ കടമെടുക്കും. ഇപ്പം നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് അവർ കടമെടുത്ത വാക്കുകളാണ് വരാന്ത, കറി, അങ്ങനത്തെ വാക്കുകൾ. അപ്പോൾ അതൊന്നും അവരുടെ കൾച്ചറിലില്ല. അതുകൊണ്ട് അവർ നമ്മുടെ കൾച്ചറിൽ നിന്ന് അത് വാക്ക് അതുപോലെ തന്നെ ബോറോ ചെയ്തു, കർമ്മ എന്നൊക്കെ. സോ ലെക്സിക്കൽ അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കുകളുടെ കൃത്യതയാണ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണല്ലോ ഇംഗ്ലീഷ്, ഫസ്റ്റ് ലാംഗ്വേജ് മലയാളമാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ സാധാരണ നമുക്കറിയാവുന്ന ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ച് രക്ഷപ്പെടാനാണ് നോക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. ആ ഒരു നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആശയത്തിൻ്റെ ഏറ്റവും യോജിച്ച, ഏറ്റവും കൃത്യമായിട്ടുള്ള സ്പെസിഫിക് വേർഡ് തന്നെ യൂസ് ചെയ്യണം. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, ഗുഡ് ലുക്കിംഗ്, ഷീ ഈസ് ഗുഡ് ലുക്കിംഗ്. ഗുഡ് ലുക്കിംഗ് എന്ന് പറഞ്ഞാൽ കാണാൻ കൊള്ളാം. പക്ഷെ കാണാൻ കൊള്ളാമെന്ന് പറഞ്ഞാലും അതിലും പല രീതിയിലുള്ള സൗന്ദര്യമുണ്ട്. ഇപ്പോൾ ശാലീന സൗന്ദര്യം, മാദക സൗന്ദര്യം, അങ്ങനെ പല രീതിയിലുള്ള സൗന്ദര്യമുണ്ട്. അപ്പോൾ ഞാൻ പറയാം ഷീ ഈസ് എ പ്രെറ്റി ഗേൾ എന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ ഒരു ഡോൾ പോലെ, ഒരു പാവക്കുട്ടിയെ പോലെ നല്ല പ്രെറ്റി ആയിട്ടിരിക്കുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ആ മനസ്സിൽ ആ ഇമേജ്, ആ ഐഡിയ എന്താണെന്നുള്ള ആ രൂപം നമ്മുടെ മനസ്സിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് വരും, കൃത്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ലെക്സിക്കൽ അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസിങ് ദ കറക്റ്റ് വേർഡ്സ് ടു എക്സ്പ്രസ് യുവർ ഐഡിയാസ്. അതാണ് അക്യുറേറ്റ് വേർഡ്സ്, യൂസിങ് ദി അക്യുറേറ്റ് വേർഡ്സ്. ഓക്കെ. ലെക്സിക്കൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ലെക്സിക്കൽ റേഞ്ച്. ലെക്സിക്കൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ സിമ്പിൾ വേർഡ്സ് അവോയ്ഡിങ് റെപ്പറ്റീഷൻ ഓഫ് വേർഡ്സ് ആൻഡ് ഐഡിയാസ്. അതായത് നമ്മൾ ലെക്സിക്കൽ റേഞ്ച്, ലെക്സിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വൊക്കാബുലറി ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിലുള്ള റേഞ്ച്, നമുക്ക് വൊക്കാബുലറിയിൽ നല്ല റേഞ്ച് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ആശയം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ യു മസ്റ്റ് യൂസ് സിനോണിംസ്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ പര്യായ പദങ്ങൾ, ഒരേ അർത്ഥമുള്ള പല വാക്കുകൾ. ഓക്കെ, ഒരേ അർത്ഥമുള്ള വ്യത്യസ്ത വാക്കുകൾ. ഇപ്പോൾ ഗുഡ് ലുക്കിംഗ് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു, അട്രാക്റ്റീവ് എന്നൊക്കെ അതിന് പകരം ഉപയോഗിക്കാവുന്നതാണ്. അപ്പം സിനോണിംസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സിനോണിംസ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന് പകരമാണ്. അതല്ലാതെ ഒന്നിൽ കൂടുതൽ വാക്കുകൾ വരുമ്പോഴത്തേക്കിനും സെൻറ്റൻസ് തന്നെ മാറ്റി എഴുതുന്ന അതിനാണ് പാരാഫ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ പാരാഫ്രൈസിങ്ങും സിനോണിംസ് യൂസ് ചെയ്യുക എന്നുള്ളത് IELTS ഒരു സ്പെഷ്യാലിറ്റിയാണ്. അത് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോഴാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ലെക്സിക്കൽ റേഞ്ച്. അവോയ്ഡിങ് റെപ്പിറ്റീഷൻ ഓഫ് വേർഡ്സ് ആൻഡ് ഐഡിയാസ് ബൈ യൂസിങ് പ്രോപ്പർ സിനോണിംസ് ആൻഡ് പാരാഫ്രൈസിങ് ടെക്നിക്സ്. ഓക്കെ, ഇനി അടുത്തത് ഗ്രാമാറ്റിക് അക്യുറസി ആൻഡ് ഗ്രാമാറ്റിക് റേഞ്ച്. ഗ്രാമാറ്റിക് അക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിൾ,
വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഗ്രാമറിൻ്റെ കൃത്യത, ഗ്രാമറിൽ മിസ്റ്റേക്ക് വരുത്താതിരിക്കുക, ഗ്രാമാറ്റിക് അക്യുറസി. പക്ഷേ IELTSൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ്, പ്രധാന ഉദ്ദേശം കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് മൈനർ ഗ്രാമർ മിസ്റ്റേക്സൊക്കെ നമ്മളെ അധികം ബാധിക്കത്തില്ല. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഗ്രാമർ മിസ്റ്റേക്സൊക്കെ ഇഗ്നോർ ചെയ്യും. പക്ഷേ ടെൻസ്, പ്രിപ്പോസിഷൻ, അങ്ങനെയൊക്കെയുള്ള ഗ്രാമറിൻ്റെ ഭാഗങ്ങൾ ഒരു വിധത്തിലും കോംപ്രമൈസ് ഇല്ല, തെറ്റിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അത് കമ്മ്യൂണിക്കേഷനെ തന്നെ ബാധിക്കും. നെക്സ്റ്റ്, ഗ്രാമാറ്റിക് റേഞ്ച്. ഗ്രാമാറ്റിക് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ സിമ്പിൾ വേർഡ്സ് റൈറ്റ് ഇൻ കോംപ്ലക്സ് സെൻറ്റൻസസ്. അതായത് സിമ്പിൾ സെൻറ്റൻസസിൽ എഴുതാതിരിക്കുക. അവോയ്ഡ് സിമ്പിൾ സെൻറ്റൻസ് ആൻഡ് റൈറ്റ് ഇൻ കോംപ്ലക്സ് സെൻറ്റൻസസ്. കോംപ്ലക്സ് സെൻറ്റൻസ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കിന് എന്തോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷേ നോട്ട് ടു വറി. കോംപ്ലക്സ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിന് ആദ്യമേ സിമ്പിൾ സെൻറ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. സിമ്പിൾ സെൻറ്റൻസ് നമ്മൾ സ്കൂളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും ഹീ ഈസ് സ്ലീപ്പിംഗ്, ഷീ കിൽഡ് ദ ലാംപ്, ദേ ആർ വാക്കിംഗ്. ഇപ്പോൾ ഒരു സബ്ജക്റ്റ്, ഒരു വെർബ്, ഒരു ഒബ്ജക്റ്റ്, ഇത് മൂന്നും മാത്രം ഒരു സെൻറ്റൻസിൻ്റെ ബേസിക് രൂപം, ഒരു കർത്താവ്, ഒരു ക്രിയ, ഒരു കർമ്മം, അത് മാത്രമായിട്ട് എഴുതുന്നതിനാണ് സിമ്പിൾ സെൻറ്റൻസ്. അങ്ങനെ ആരും എഴുതാറില്ല. ഒരു ഗ്രോണപ്പ് പേഴ്സൺ അങ്ങനെ എഴുതാറില്ല സിമ്പിൾ സെൻറ്റൻസസിൽ. പക്ഷേ റെയർ കേസസിൽ ഈ സിമ്പിൾ സെൻറ്റൻസസ് അറിയാതെ കടന്നു വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അടുത്ത സെൻറ്റൻസുമായിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പത്തെ സെൻറ്റൻസുമായിട്ടോ എങ്ങനെയെങ്കിലും ലിങ്ക് ചെയ്യുക അല്ലെങ്കിൽ കണക്ട് ചെയ്ത് ഒരു കോംപ്ലക്സ് സെൻറ്റൻസായിട്ട് എഴുതാൻ ശ്രമിക്കുക. സോ ഇത്ര നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക്, കാണാൻ കാണിച്ച ക്ഷമയും കേട്ടിരുന്ന നിങ്ങൾക്കും താങ്ക് യു. I will be coming with more such valuable lessons in future. Okay, thank you for your time.